ട്രംപ് അണ്ണന് ഇനി അവശേഷിക്കുന്നത് വെറും 6 ദിവസം. ഈ 6 ദിവസത്തിനുള്ളിൽ ട്രംപ് അണ്ണൻ ഇറാൻ യുദ്ധത്തിൽ ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി ലോകം മുഴുവൻ ഇപ്പോൾ ട്രംപിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, നമുക്കത് വിശദമാക്കാം. അതുപോലെ US-ൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തയാണ്, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടാണ്. ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട എന്ന്. പക്ഷെ ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കി യുക്രൈന്റെ സഹായം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് ട്രംപ് അണ്ണൻ. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ US-ൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വിശദമാക്കാം. ആദ്യം ഈ ന്യൂസ് തന്നെ നമുക്ക് വിശദമാക്കാം. അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാൻ ലോ കോസ്റ്റിലുള്ള മിസൈൽസും ഡ്രോൺസും ഒക്കെ അയക്കുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക വലിയൊരു കോസ്റ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഇറാൻ ഒരു 10 രൂപയുടെ മിസൈൽസ് അല്ലെങ്കിൽ ഡ്രോൺസ് അങ്ങോട്ടൊക്കെ അയക്കുമ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ചെലവാക്കിയിട്ടുള്ളത് 100-200 രൂപയാണ്. ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള യുദ്ധമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് യുക്രൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടെക്നോളജീസ് അതുപോലെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഞങ്ങൾ തരാം, അതായത് ലോ കോസ്റ്റിൽ പ്രവർത്തിക്കുന്ന സാധനം തരാം എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ആ സമയത്ത് ട്രംപ് അണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം ഇപ്പോൾ സ്വീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് US-ൽ നിന്നും വരുന്നത്. നമുക്ക് ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യമില്ലെന്ന് പറഞ്ഞ യുക്രൈന്റെ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഗൾഫിലെത്തിച്ച അമേരിക്ക. ഗൾഫിലെ US താവളങ്ങളിൽ പ്രതിരോധ സംവിധാനം അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചു തുടങ്ങി. യുക്രൈന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനവും ഇറാന്റെ ഡ്രോണുകൾ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ട്. വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് US സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു. ഇത് പ്രതിരോധിക്കാൻ കോടികളാണ് ചിലവ് വന്നത്. റഷ്യയുടേതിന് സമാനമായ ഈ ഡ്രോൺ പ്രതിരോധിക്കാൻ സാങ്കേതിക വിദ്യ വേണമെങ്കിൽ നൽകാമെന്ന് യുക്രൈൻ US-നോട് പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെയൊന്നും ആവശ്യമില്ലെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക സംവിധാനമുള്ളത് ഞങ്ങൾക്കാണെന്നുമായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അഹങ്കാരമാണ് അഹങ്കാരം. ആ അഹങ്കാരമാണ് അയാളെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. ബാക്കി കേൾക്കാം. എന്നാൽ നിലവിൽ യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഗൾഫിലെ US താവളങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങിയതായി റോയിട്ടേഴ്സും US മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സ്ഥിരീകരിക്കുന്നു. ആഴ്ചകളായി സ്കൈമാപ്പ് എന്ന യുക്രൈനിയൻ കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോം ഗൾഫിലെ ചില താവളങ്ങളിൽ US സൈന്യം വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സ്കൈ ഫോർട്രക്സ് എന്ന യുക്രൈനിയൻ കമ്പനിയാണ് സ്കൈമാപ്പ് വികസിപ്പിച്ചത്. 10,000-ലധികം അക്കോസ്റ്റിക് സെൻസറുകൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഈ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം നിലവിൽ യുക്രൈൻ സൈന്യത്തിന്റെ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. യുക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ട് താവളത്തിലെത്തി അമേരിക്കൻ സൈനികർക്ക് ഈ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോണുകൾ തിരിച്ചറിയാനും ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിച്ച് അവയെ തകർക്കാനും സ്കൈമാപ്പ് സഹായിക്കും. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തുന്ന പശ്ചാത്തലത്തിൽ പെന്റഗൺ ഡ്രോൺ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നും 300 മുതൽ 600 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് വിവിധ US താവളങ്ങളുള്ളത്. ഇവിടെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും US-ന്റെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, റഡാറുകൾ എന്നിവ ഇറാൻ എളുപ്പത്തിൽ ലക്ഷ്യം വെച്ച് നശിപ്പിച്ചത് അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ വിടവുകളെയാണ് ചൂണ്ടിക്കാട്ടിയത്. യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുന്നതിനിടയിൽ ചില പരീക്ഷണ വെല്ലുവിളികളും സൈന്യം നേരിടുന്നുണ്ട്. അടുത്തിടെ നടന്ന ഒരു പരീക്ഷണത്തിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ഇന്റർസെപ്റ്റർ ഡ്രോൺ US സൈനിക താവളത്തിലെ ശൗചാലയ ബ്ലോക്കിലേക്ക് ഇടിച്ചു കയറിയതായും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യമുണ്ടല്ലോ, അതുപോലെ ഞാനാണ് എല്ലാം, അമേരിക്കയാണ് എല്ലാം എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ വെറും പൊള്ളയാണ്. അകത്തുണ്ടല്ലോ നല്ല തരത്തിലുള്ള പേടിയുമുണ്ട്, ടെൻഷനുമുണ്ട്. അതിന് കാരണവുമുണ്ട്. ആ കാരണം നമുക്ക് വിശദമാക്കാം. അതിനു മുമ്പ് US-ൽ നിന്നും വരുന്ന മറ്റൊരു റിപ്പോർട്ടാണ്. US-ൽ കനത്ത തിരിച്ചടി. MK-4C ഡ്രോൺ തകർന്നത് സ്ഥിരീകരിച്ചു. നഷ്ടപ്പെട്ടത് 2200 കോടിയുടെ ആധുനിക നിരീക്ഷണ ഡ്രോണാണ് പോയിട്ടുള്ളത്. അതായത് ഒരു നഷ്ടം കണ്ടില്ലേ, 2200. ഇത് വെറും ഒരു ഡ്രോണിന്റെ നഷ്ടമാണ്. എത്ര നഷ്ടങ്ങൾ, എത്ര കോടി രൂപയുടെ നഷ്ടമാണ് US-ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കക്ക് അല്ലെങ്കിൽ ട്രംപിന്, അമേരിക്കക്കല്ല ട്രംപിന് വെറും 6 ദിവസം, അതായത് ഏപ്രിൽ 29 വരെ സമയമുള്ളൂ ഈ യുദ്ധത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഒന്നുകിൽ ഈ യുദ്ധത്തിൽ ജയിക്കണം, അല്ലെങ്കിൽ ഇത് നിർത്തണം. കാരണം ഡൊണാൾഡ് ട്രംപിന്, അതായത് US പ്രസിഡന്റിന് ഒരു പവർ ഉണ്ട്. ഏതൊരു രാജ്യത്ത് വേണമെങ്കിലും യുദ്ധം ഉണ്ടാക്കാം, പ്രശ്നമില്ല. അതിന് കോൺഗ്രസിന്റെ പെർമിഷൻ ഒന്നും വേണ്ട. അതായത് ദ വാർ ആക്ട് 1973 പ്രകാരം യുദ്ധം പ്രഖ്യാപിക്കാൻ
യുദ്ധം നടത്താനും US പ്രസിഡന്റിന് അധികാരമുണ്ട്. പക്ഷേ വരുന്ന 60 ദിവസം, അതായത് 2 മാസം 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം? കോൺഗ്രസിനെ അറിയിക്കണം ഈ യുദ്ധം എന്തിനു വേണ്ടിയിട്ടാണെന്നും എന്തൊക്കെ സംഭവിച്ചെന്നും US അതെങ്ങനെ ത്രെട്ടായിട്ടുള്ള എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ടേബിളിൽ വെക്കണം കോൺഗ്രസിൽ. അതിനുശേഷം കോൺഗ്രസ് സമ്മതിച്ചാൽ മാത്രമേ 60 ദിവസത്തിന് ശേഷം യുദ്ധം നടത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. ഇപ്പോൾ ഇതുവരെ ആയിട്ട് കോൺഗ്രസിൽ നിന്നും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മെജോറിറ്റി, അതായത് ട്രംപിന് മെജോറിറ്റി ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ വോട്ട് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കിന്, അതായത് ട്രംപിന് കിട്ടിയിട്ടുള്ളത് 52 വോട്ട്സ് ആണ്. അതേസമയം ഡെമോക്രാറ്റ്സിന് കിട്ടിയിട്ടുള്ളത്, അതായത് ഓപ്പോസിറ്റ് കിട്ടിയിട്ടുള്ളത് 47 വോട്ട്സ് ഉണ്ട്. അതായത് കുറച്ചു പേരൊന്ന് ഇങ്ങോട്ടേക്ക് ചാഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഈ വാർ ആക്ട് 1973 പ്രകാരം 60 ദിവസം വരെ യുദ്ധം നടത്താം US പ്രസിഡന്റിന് വിത്തൗട്ട് പെർമിഷൻ ഓഫ് കോൺഗ്രസ്. അതിനുശേഷം ഒരു 30 ദിവസം കൂടി ഒരു അഡീഷണൽ കിട്ടുന്നുണ്ട്. അത് എന്താണ്? അത് വിശദമാക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ 60 ദിവസത്തിന്റെ കാര്യം തന്നെ നോക്കാം. 60 ദിവസത്തിനുള്ളിൽ കോൺഗ്രസിന്റെ പെർമിഷൻ എടുക്കണം. ഇനി ആ പെർമിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് US പ്രസിഡന്റിന് 2 ചോയ്സ് ആണുള്ളത്. അവിടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധം കണ്ടിന്യൂ ചെയ്യാം. ഇനി പെർമിഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതായത് ഈ ട്രൂപ്സിനൊക്കെ തിരിച്ചു വിളിക്കണം. ഈ 30 ദിവസം, അഡീഷണൽ 30 ദിവസം എന്ന് പറയുന്നത് യുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് മെല്ലെ, അതായത് ചെറിയ രീതിയിൽ മാത്രമേ പിൻവലിക്കാൻ പറ്റൂ. ഒറ്റയടിക്ക് പിൻവലിക്കാൻ പറ്റില്ല. അപ്പം പിൻവലിക്കുക, യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ പാടില്ല. മെല്ലെ മെല്ലെ പിൻവലിച്ചു കൊണ്ടുവന്നിട്ട് ഈ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? യുദ്ധം അവസാനിപ്പിക്കണം, കോൺഗ്രസിന്റെ സമ്മതം കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ US പ്രസിഡന്റ് ഇപ്പോൾ ഏപ്രിൽ 29 ഉള്ളിൽ ഒന്നെങ്കിൽ ഈ യുദ്ധം ജയിച്ചതായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ്മെന്റ്, അതായത് ഈ യുദ്ധം കാരണം വലിയ തരത്തിലുള്ള അച്ചീവ്മെന്റ് US ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസിനെ ബോധിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും സമ്മതം കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും US കനത്ത തിരിച്ചടി, നാശനഷ്ടങ്ങളാണ് ഈ ഒരു യുദ്ധം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. പല ബേസുകൾക്കെതിരെയും അതായത് US പല ബേസുകൾക്കെതിരെയും നല്ല രീതിയിലുള്ള അറ്റാക്കിങ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇതിന് സമ്മതം കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ എന്ത് ത്രെട്ടാണ് ഉണ്ടായിട്ടുള്ളത് US എന്നുള്ള കാര്യം കൂടി അവിടെ തെളിയിക്കണം. പക്ഷെ ഇവിടെ സീരിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു ത്രെട്ടും US ഇല്ല. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഏപ്രിൽ 29 കാണണം. അല്ലെങ്കിൽ ഏപ്രിൽ 29 ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ യുദ്ധം അവസാനിപ്പിക്കണം, അതായത് വിജയിപ്പിച്ച് അവസാനിപ്പിക്കണം. അത് സാധിക്കുമോ? തോന്നുന്നില്ല. ഈ US, അതായത് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ഒന്നുമില്ല, എല്ലാം അടിച്ചു തകർത്തു എന്നാണ്. അങ്ങനെ അടിച്ചു തകർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ നെഗോസിയേഷൻ വേണം, ഈ ഒരു സെക്കൻഡ് റൗണ്ട് ടേബിൾ വേണം, അതായത് പീസ് ടോക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ട്രംപ് അണ്ണൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമില്ല, പ്ലാനിങ്ങിൽ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പീസ് ടോക്കിനെ പറ്റിയിട്ട്. എന്നാൽ ഈ സീസ് ഫയർ ഇപ്പോൾ ട്രംപ് അണ്ണൻ നീട്ടിവെച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറഞ്ഞതാണ് രസകരം. പാകിസ്ഥാൻ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ തൽക്കാലം ആയിട്ട് എന്ത് ചെയ്യുന്നു? പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സീസ് ഫയർ കുറച്ച് ദിവസം കൂടി നീട്ടിവെക്കാം എന്നാണ് ട്രംപ് അണ്ണൻ പറഞ്ഞത്. അല്ലാണ്ട് ട്രംപ് അണ്ണനിക്ക് അങ്ങനെ നീട്ടിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇറാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറാന് നിർബന്ധമേ ഇല്ല. ഇറാൻ പറഞ്ഞത് ഒരു നിർബന്ധമില്ല, ഞങ്ങൾ ഫുള്ളി റെഡിയാണ്, ഫുള്ളി പാക്ഡ് ആണ്, എപ്പോ വേണമെങ്കിലും അടിക്കാം എന്ന രീതിയിലാണ് ഇറാനും നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വരാൻ പോകുന്ന 5-6 ദിവസങ്ങൾ വളരെ നിർണായകമാണ്, പ്രത്യേകിച്ചും നമ്മളെ ട്രംപ് അണ്ണന്. കാരണം ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നത്, ഈ ഒരു കണ്ടീഷനിൽ ഈ യുദ്ധത്തിൽ നിന്ന് ഇവർ പിന്മാറിക്കഴിഞ്ഞാൽ, അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള നാണക്കേടാണ് അമേരിക്കക്ക് ഉണ്ടാവുക, പ്രത്യേകിച്ചും ട്രംപിനും. കാരണം നമുക്കറിയാം അമേരിക്ക എന്ന് പറയുന്നത് ലോകശക്തിയാണ്, ലോക പോലീസാണെന്നും പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനൊരു യുദ്ധം ഈ ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചു കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനും വലിയ നാണക്കേട് US ഇല്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ജയിച്ചു നിൽക്കുന്നു എന്ന് ട്രംപ് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്തിനറിയാം അവർ ശരിക്കും തോറ്റു നിൽക്കുകയാണ്. കാരണം അത്രയും അധികം നഷ്ടം ഇറാന് US കൊടുത്തിട്ടുണ്ട്. ഇറാന് നഷ്ടമില്ല എന്നല്ല, ഇറാനും നഷ്ടമുണ്ട്. പക്ഷെ സ്റ്റിൽ അവരിപ്പോഴും ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ പല സ്ഥലങ്ങളും, അതായത് ഇവർ പറയുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള പല ഇൻഫ്രാസ്ട്രക്ചറും പൊളിച്ചു എന്നാണ്. പക്ഷെങ്കിൽ ഇറാൻ പറയുന്നത്, അതേസമയം ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൊന്നും കാര്യമായിട്ടുള്ള ക്ഷതമൊന്നും പറ്റിയിട്ടില്ല, ചെറിയ ചെറിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സിന് പറ്റിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ശരിയാക്കുന്നുണ്ട് എന്ന കാര്യമാണ് ഇറാൻ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ US ഇതിന് നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. വിപരീതമായി പറയുന്നുണ്ടെങ്കിലും അവരുടെ ആക്ഷൻ, ട്രംപിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നതുമായിട്ട് വിപരീതമാണ്. അതായത് നമ്മുടെ ട്രംപ് അണ്ണൻ എന്താണോ പറയുന്നത്, പക്ഷേ അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇനി വരുന്ന 6 ദിവസങ്ങൾ, അതായത് ഏപ്രിൽ 29 എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊക്കെ കണ്ടറിയാം.